എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ആ തിരശീല കീറിയത് വഴി ഏത് പാപിക്കും ദൈവത്തിന്റെ അടുക്കലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാന് ഇതാ ദൈവം ജീവന്റെ പുതുവഴി പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്നു. ഇനി യാഗങ്ങളില്ല, ബലികളില്ല, കർമ്മങ്ങളില്ല, ആചാരങ്ങളില്ല, വഴിപാടുകളില്ല. പ്രിയപ്പെട്ട, ഇനി പൗരോഹിത്യമില്ല. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചവഴി യാഗം നിർത്തലാക്കിയത് വഴി പൗരോഹിത്യമില്ല. എല്ലാവരും പറയുന്നു ഈ പുരോഹിതന്മാരെ നമ്മളെ വഞ്ചിക്കുന്നു. നൂറ്റാണ്ടുകളായിട്ട് ഇവരുടെ ഈ ചൊല്ലുവും നമ്മൾ കേട്ടിട്ടും പാപമോചനം നൽകി തരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ബുദ്ധിയുള്ളവരായിട്ട് തീർന്നുകൊള്ളുവിൻ, മാനസാന്തരപ്പെട്ടുകൊള്ളുവിന്. എന്നാൽ യേശുക്രിസ്തു അടക്കപ്പെട്ടു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ആരാണ്? അവൻ ലോകത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, സാത്താനെ തകർത്ത് കളഞ്ഞവൻ. അവനിതാ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്നു. ഹേ ദേശമേ നടുങ്ങിക്കൊള്ളുവിന്, ഹേ ദേശമേ വിറച്ചുകൊള്ളുവിന്. യേശുക്രിസ്തു ഇതാ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്നു. അവനോടുകൂടെ കോടാനുകോടി ദൂതന്മാരും അവരുടെ കൂടെ കോടാനുകോടി വിശുദ്ധന്മാരും ആർപ്പോടും കാഹളത്തോടും കൂടെ ഭൂമി നടുങ്ങുമാർ ഇറങ്ങി വരുമ്പോഴേ അവന്റെ മുമ്പിൽ ധൈര്യത്തോടെ നിങ്ങൾ നിൽക്കേണ്ടതിന് എന്റെ പ്രിയപ്പെട്ടവരെ, സകല ജാതി മതസ്ഥരോടും മരണമുള്ള എല്ലാവരോടും പറയുന്നു, മാനസാന്തരപ്പെട്ടുകൊള്ളുവിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത നമ്മുടെ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും പാരമ്പര്യങ്ങളും പൗരോത്യങ്ങളും തള്ളിക്കളഞ്ഞ് നിനക്ക് വേണ്ടി സ്വർഗത്തിലെ നന്മകളെ ഉപേക്ഷിച്ച് ഒരു പാപിയായിരിക്കുന്ന മനുഷ്യനെ പോലെ ഇറങ്ങി വന്ന് നിന്റെ പാപം ചുമന്ന് കഷ്ടപ്പെട്ട് മരിച്ചുവെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏകകർത്താവും ഏക ദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവ പ്രമാണത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം.